അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. 9ാം ഭാവത്തിലാണ് ചൊവ്വ. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാം. ജോലി സംബന്ധിച്ച് ചില ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന പഠനത്തിലേക്ക് പോവുക, പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് ഉള്ള വിദേശ യാത്രകളും ഒക്കെ ചെയ്യുക. അതുപോലെ ട്രെയിനിങ്, പരിശീലനം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതിൽ ഉയർച്ച കാണാൻ സാധ്യതയുണ്ട്. താൽക്കാലികമായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമല്ല, എങ്കിലും ദീർഘനാളത്തേക്കുള്ള സ്വർണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള ഭാവിയിൽ അതുകൊണ്ടുള്ള പ്രയോജനം, ധനപരമായിട്ടുള്ള പ്രയോജനം കിട്ടാവുന്നതാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ആരോഗ്യപരമായിട്ട് നടു, കാല് ഒക്കെ സംബന്ധമായിട്ടുള്ള ചില നാഡീപരമായിട്ടുള്ള പ്രശ്നങ്ങളും ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് അധികരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് പൊതുവേ അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയുള്ള അവരുടെ മാതാപിതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലുണ്ടാവുകയും അവരുടെ അനുഗ്രഹത്തോടു കൂടി നടത്തേണ്ടുന്ന കാര്യങ്ങൾ അത് സാധിക്കുകയും ചെയ്യും. അത് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഒരു ശിവൻ്റെ സഹസ്രനാമം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാരം നടത്തുക മുതലായവ, അതുകൂടാതെ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്.